വിദേശ കുടിയേറ്റത്തിനായി ഇന്ത്യക്കാർ ഏറെ ആശ്രയിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് കാനഡ. കാനഡയ്ക്കു പുറമെ ജർമ്മനി, US, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും ഇന്ത്യക്കാരുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് റിപ്പോർട്ടുകളും തെളിയിക്കുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടനുസരിച്ച് കാനഡയിലെ ജനസംഖ്യാ വർധനയിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. കാനഡയിലെ ജനസംഖ്യ 2023-ൽ 40.77 ദശലക്ഷമായാണ് ഉയർന്നത്. താൽക്കാലിക കുടിയേറ്റത്തിന്റെ പ്രതിഫലനമാണ് ഈ കണക്കുകൾ. പോയ വർഷത്തേക്കാൾ 1.27 ദശലക്ഷം ആളുകളാണ് കനേഡിയൻ ജനസംഖ്യയിൽ വർദ്ധിച്ചത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 3.2% വർധന. 1957 ശേഷമുള്ള കാനഡയുടെ ഏറ്റവും ഉയർന്ന ജനസംഖ്യാ വളർച്ചാ നിരക്കാണിത്. ജനസംഖ്യാ വളർച്ചയുടെ ബഹുഭൂരിഭാഗവും, അതായത് 97.6%, വിദേശ കുടിയേറ്റത്തിൽ നിന്നുള്ളതാണ്. ബാക്കിയുള്ള 2.4% മാത്രമാണ് സ്വാഭാവിക ജനസംഖ്യാ വർധനയുടെ ഭാഗമാകുന്നത്. കാനഡയിലെ കുടിയേറ്റ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ഇന്ത്യൻ കുടിയേറ്റക്കാരാണെന്ന വസ്തുതയിലേക്കാണ് ഈ റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത്. കാനഡ വിസ വെബ്സൈറ്റ് പ്രകാരം 1,20,000-ലധികം ഇന്ത്യക്കാർ കാനഡയിൽ ഓരോ വർഷവും സ്ഥിരതാമസമാക്കുന്നുണ്ട്. 2013-നും 2022-നും ഇടയിൽ കാനഡയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരുടെ എണ്ണം 3 ഇരട്ടിയിലേക്കെത്തി. 2013-ൽ കാനഡയിൽ സ്ഥിര പൗരത്വം നേടിയ ഇന്ത്യക്കാരുടെ എണ്ണം 32,828 ആയിരുന്നെങ്കിൽ 2022-ൽ ഈ സംഖ്യ 260% വർദ്ധിച്ച് 1,18,095-ലേക്കെത്തി. 2023-ൽ ഇന്ത്യയും കാനഡയും തമ്മിലുണ്ടായ നയതന്ത്ര ഉലച്ചിലുകൾ കാരണം ഇന്ത്യക്കാർക്ക് പഠന വിസ അനുവദിക്കുന്നത് കാനഡ വലിയ തോതിൽ വെട്ടിക്കുറച്ചു. 41% ഇതിൽ കുറവുണ്ടായത്. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ്, സിറ്റിസൺഷിപ്പ് കാനഡ എന്നിവയിൽ നിന്നുള്ള കണക്കുകളനുസരിച്ച് സ്റ്റുഡന്റ് വിസയുടെ കാര്യത്തിൽ 2022-ൽ 16,796 ആയിരുന്ന കണക്ക് 2023-ൽ 6,329 കുറഞ്ഞു. എങ്കിലും 2024 ജനുവരി 1 വരെയുള്ള കണക്കനുസരിച്ച് കാനഡയിലുള്ള 26,61,784 സ്ഥിര താമസക്കാരല്ലാത്തവരിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരുടെ അടക്കം വ്യാപക കുടിയേറ്റം കാനഡയ്ക്കും ചില കാര്യങ്ങളിൽ പ്രതിസന്ധിയുണ്ടാക്കി. കുടിയേറ്റക്കാരുടെ വരവ് വീടുകളുടെ ക്ഷാമത്തിന് വ്യാപകമായി ഇടയാക്കിയതാണ് ഇതിൽ പ്രധാനം. കുടിയേറി വരുന്നവരുടെ എണ്ണം കൂടുന്നതോടെ വീടുകൾക്ക് ക്ഷാമമുണ്ടാകുകയും വീടുകളുടെ വില കുത്തനെ കുതിച്ചുയരുകയും ചെയ്തു. ജനസംഖ്യാ വളർച്ച കാനഡയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തെ ബാധിച്ചതായാണ് സാമ്പത്തിക വിദഗ്ധരുടെയും ബാങ്ക് ഓഫ് കാനഡയുടെയും അഭിപ്രായം.